മലയാളികൾക്കെല്ലാം സുപരിചിതരായ പാട്ടുകാരാണ് അമൃത സുരേഷും അഭിരാമി സുരേഷും. ഇരുവരെക്കുറിച്ച് പറയുമ്പോൾ പാട്ടിലൂടെ പുതുവസന്തം തീർക്കുന്ന പ്രതിഭകൾ എന്ന് പറയാം. അഭിരാമിയുടെ ക്രിയേറ്റീവ് മ്യൂസിക്കും അമൃതയുടെ പാട്ട് ഒന്നിനൊന്ന് മികച്ചതാണ്. പാട്ടിൽ നിന്ന് വ്യത്യസ്തരായി അഭിരാമി സ്വന്തമായി ഒരു റെസ്റ്റോറന്റ് ആരംഭിച്ചിരുന്നു. മഞ്ജു വാര്യർ ഉൾപ്പെടെ പല സെലിബ്രിറ്റികളും അവിടെ എത്തിയിരുന്നു. സ്നേഹമുള്ളതുപോലെ നിരവധി വിമർശനങ്ങളും ഇരുവർക്കുമെതിരെ ഉയർന്നിരുന്നു. ഏറ്റവും കൂടുതൽ തെറി വിളിക്കുന്നത് പഴയ പാട്ടുകൾ റീമേക്ക് ചെയ്യുമ്പോഴാണ്. അത്തരത്തിൽ അമൃതയും അഭിരാമിയും ചെയ്ത എത്രയോ പാട്ടുകൾക്കെതിരെ മോശം കമന്റുകൾ വന്നിട്ടുണ്ട്. പഴയ പാട്ടുകൾ നശിപ്പിക്കുന്നു എന്ന രീതിയിലാണ് പലരും ഇവർക്കെതിരെ ശബ്ദം ഉയർത്തിയത്. പഴയ പാട്ടുകൾ റീമേക്ക് ചെയ്യുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് ഒരു ട്രിബ്യൂട്ട് കൊടുക്കുക എന്നതാണ്. പക്ഷേ എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാനാവില്ല എന്ന് അമൃത പറയുന്നു. ഓരോരുത്തർക്കും വ്യത്യസ്തമാർന്ന ഇഷ്ടങ്ങളാണ്. അതുകൊണ്ട് തന്നെ മാക്സിമം ആ പാട്ടിനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ മാറ്റിയെടുക്കാനാണ് ശ്രമിക്കുന്നത്. കഷ്ടപ്പെടാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്നും അഭിരാമി പറയുന്നു. റീമേക്ക് പാട്ടുകളെക്കുറിച്ച് കൈരളി ടിവിയിലൂടെ അഭിരാമിയും അമൃതയും തുറന്നു പറയുകയാണ്. ഞങ്ങൾ ചെയ്ത ചില ഹിറ്റ് സോങ്സ് ഉണ്ട്. ചെറിയ കുട്ടികളെല്ലാം പഴയ പാട്ടുകൾ ഇപ്പോൾ ഒരുപാട് കേൾക്കുന്നുണ്ട്. അതല്ല ഇത്തര റീമേക്ക് രീതിയിലൂടെയാണ് അവർ കേൾക്കുന്നതും അതെല്ലാം പാടി നടക്കുന്നതും. ഇന്നത്തെ കാലത്ത് കുഞ്ഞു കുട്ടികളൊന്നും തന്നെ പണ്ടത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമയോ പാട്ടുകളോ കാണണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഞങ്ങളുടെ വർക്കിലൂടെയാണ് അവരിലേക്ക് ഇത്തരം പാട്ടുകൾ എത്തുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ആരെല്ലാം കുറ്റം പറഞ്ഞാലും ഞങ്ങൾ ചെയ്തത് നല്ല കാര്യമാണെന്നാണ് അമൃത പറയുന്നത്. ഏറ്റവും അധികം സൈബർ ബുള്ളിങ് നേരിട്ട വ്യക്തിയാണ് അമൃത സുരേഷ്. വിവാഹബന്ധം വേർപ്പെടുത്തിയത് മുതൽ പലതരത്തിലുള്ള ആക്രമണങ്ങൾ അമൃതയ്ക്ക് നേരെ വന്നിട്ടുണ്ട്. അതിനുശേഷം ഗോപി സുന്ദറുമായുള്ള പ്രണയവും പ്രണയത്തകർച്ചയുമെല്ലാം വലിയ പ്രശ്നങ്ങളുണ്ടാക്കി. എന്നിട്ടും മകൾക്കും അമ്മയ്ക്കും സഹോദരിക്കുമൊപ്പം സന്തോഷത്തോടെ ജീവിക്കാൻ അമൃത ശ്രമിക്കുന്നുണ്ട്. ഇത്രയും പ്രശ്നങ്ങൾ അമൃതയെ മാനസികമായി തളർത്തിയിട്ടുണ്ട്. ആ തളർച്ച പാട്ടിനെയും ബാധിച്ചിട്ടുണ്ട്. ഒരുപാട് ബഹളവും പ്രശ്നങ്ങളും ഉള്ള സ്പേസിൽ പാട്ട് പാടാനോ പ്രാക്ടീസ് ചെയ്യാനോ അസാധ്യമാണ്. മ്യൂസിക് കരിയർ ഇതെല്ലാം മോശമായി ബാധിച്ചിട്ടുണ്ട്. എന്നാൽ ഒരേ സമയം മ്യൂസിക് തന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ടെന്ന് അമൃത പറയുന്നു. താങ്കളുടെ സ്റ്റുഡിയോയിൽ പോയി പ്രാക്ടീസ് ചെയ്യുമ്പോൾ കുറേയൊക്കെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ സാധിക്കാറുണ്ട്. പാട്ട് ഒരു മരുന്ന് പോലെയാണെന്നും അമൃത പറയുന്നു.